Hello children, നമ്മൾ 7th chapter ആയ ട്രയാങ്കിൾസിലെ 7.3 വരെയുള്ള എല്ലാ എക്സസൈസസും കംപ്ലീറ്റ് ചെയ്തു. ഇനി നമ്മൾ 7.4ലെ ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഷോ ദാറ്റ് ഇൻ എ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ദ ഹൈപ്പോട്ടന്യൂസ് ഈസ് ദ ലോങ്സ്റ്റ് സൈഡ്. നമുക്ക് ഇവിടെ ഫിഗർ ഒന്നും തന്നിട്ടില്ല. നമ്മളോട് പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യൻ ഇതാണ്. ഒരു ട്രയാങ്കിളിൽ, ഒരു റൈറ്റ് ആംഗിളുടെ ട്രയാങ്കിളിൽ ഹൈപ്പോട്ടന്യൂസ് ആണ് ഏറ്റവും വലിയ സൈഡ് എന്ന് പ്രൂവ് ചെയ്യണം. അത് പ്രൂവ് ചെയ്യണമെങ്കിൽ നമുക്ക് ആദ്യമേ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ വരയ്ക്കണം അല്ലേ. ഞാനിവിടെ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ വരച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനൊരു പേര് കൊടുക്കാം. എ ബി സി. റൈറ്റ് ആംഗിളുടെ ട്രയാങ്കിളുടെ പ്രത്യേകത എന്താണ്? ഇതിൻ്റെ ഈ സൈഡ് ഒരു വശം 90 ഡിഗ്രി ആയിരിക്കും, ഒരു ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും അല്ലേ. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇതിൻ്റെ ഹൈപ്പോട്ടന്യൂസ്. ഇതിൽ ഹൈപ്പോട്ടന്യൂസ് ഏതാണ്? എ സി ആണ് ഹൈപ്പോട്ടന്യൂസ് അല്ലേ. ഈ ഹൈപ്പോട്ടന്യൂസ് ആണ് ഇതിലെ ഏറ്റവും വലിയ സൈഡ് എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്കതിന് ആംഗിൾ സം പ്രോപ്പർട്ടി ഉപയോഗിക്കാം. ആംഗിൾ സം പ്രോപ്പർട്ടി എന്തായിരുന്നു? ഈ ഒരു ട്രയാങ്കിളിലെ 3 ആംഗിൾസും കൂടി ആഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് 180 ഡിഗ്രി ആയിരിക്കും അല്ലേ. അതായത് ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി പ്ലസ് ആംഗിൾ സി ഇസ് ഈക്വൽ ടു 180 ഡിഗ്രി ആയിരിക്കും അല്ലേ. ഈ 3 ആംഗിൾസിൻ്റെയും കൂടി സം എന്ന് പറയുന്നത് 180 ഡിഗ്രി ആയിരിക്കും. അതിൻ്റെ റീസണും കൂടി നമുക്ക് എഴുതാം. ആംഗിൾ സം പ്രോപ്പർട്ടി. ഇതിൽ നമുക്ക് ഏതെങ്കിലും ആംഗിൾ അറിയാവോ? നമുക്കിതിൽ ആംഗിൾ ബി അറിയാം അല്ലേ. റൈറ്റ് ആംഗിളുടെ ട്രയാങ്കിളിൻ്റെ ഇവിടെയുള്ള ആംഗിൾ എന്തായാലും 90 ഡിഗ്രി ആയിരിക്കും. അത് ആംഗിൾ ബി ആണ്. അപ്പോൾ ആംഗിൾ ബി 90 ഡിഗ്രി ആണെന്ന് നമുക്കറിയാം. അത് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എങ്ങനെ വരും? ആംഗിൾ എ പ്ലസ് 90 ഡിഗ്രി പ്ലസ് ആംഗിൾ സി ഇസ് ഈക്വൽ ടു 180 ഡിഗ്രി എന്ന് കിട്ടും അല്ലേ. ഇനി നമുക്ക് ഈ നമ്പേഴ്സിനെ ഒരു സൈഡിലേക്ക് കൊണ്ടുപോകാം. അതായത് ആംഗിൾ എ പ്ലസ് ആംഗിൾ സി ഇസ് ഈക്വൽ ടു 180 ഡിഗ്രി. ഇവിടെ പ്ലസ് 90 ആണ്. അറച്ച സൈഡിലേക്ക് വരുമ്പോൾ അത് മൈനസ് 90 ആവും അല്ലേ. 180 ഡിഗ്രി മൈനസ് 90 ഡിഗ്രി ഈക്വൽ ടു 90 ഡിഗ്രി. നോക്കി, ആംഗിൾ എ പ്ലസ് ആംഗിൾ സി 90 ഡിഗ്രി എന്നാണ് കിട്ടിയിരിക്കുന്നത്. ആംഗിൾ ബി മാത്രം 90 ഡിഗ്രി ആയിരുന്നു അല്ലേ. അപ്പോൾ നോക്കി, ആംഗിൾ എ എന്ന് പറയുന്നത് ആംഗിൾ ബിയേക്കാളും ചെറുതാണ്. ആംഗിൾ സി എന്ന് പറയുന്നതും ആംഗിൾ ബിയേക്കാളും ചെറുതാണ് അല്ലേ. ആംഗിൾ എ ലെസ് ദാൻ ആംഗിൾ ബി ആൻഡ് ആംഗിൾ സി ലെസ് ദാൻ ആംഗിൾ ബി. നമ്മളൊരു പ്രോപ്പർട്ടി പഠിച്ചിട്ടുണ്ട്. സൈഡ് ഓപ്പോസിറ്റ് ടു ഗ്രേറ്റർ ആംഗിൾ ഈസ് ലോങ്ങർ എന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേ. അതായത് ഏറ്റവും വലിയ ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന സൈഡും ഏറ്റവും വലുതായിരിക്കും. അപ്പോൾ നോക്കി, ആംഗിൾ എയുടെ ഓപ്പോസിറ്റ് വരുന്ന സൈഡ് ഏതാണ്? ബി സി ആണ് അല്ലേ. ബി സി, ഈ സിമ്പിൾ നമുക്ക് അങ്ങനെ ഇടാം, ലെസ് ദാൻ ആംഗിൾ ബി. ആംഗിൾ ബിയുടെ ഓപ്പോസിറ്റ് വരുന്നത് എ സി ആണ്, എ സി. ആൻഡ് ആംഗിൾ സി, ആംഗിൾ സിയുടെ ഓപ്പോസിറ്റ് വരുന്നത് എ ബി ആണ്, എ ബി ലെസ് ദാൻ ആംഗിൾ ബി. ആംഗിൾ ബിയുടെ ഓപ്പോസിറ്റ് വരുന്നത് എ സി ആണ്. കണ്ടോ, ബി സി ലെസ് ദാൻ എ സി, എ ബി ലെസ് ദാൻ എ സി. ബി സിയും എ ബിയും എ സിയേക്കാൾ ചെറുതാണ് എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ്? എ സി ആണ് ഇതിൽ ഏറ്റവും വലിയ സൈഡ് അല്ലേ. ഇത് നമ്മൾ എങ്ങനെയാണ് നമ്മളിത് കണ്ടുപിടിച്ചത്? നമുക്ക് നമ്മുടെ പ്രോപ്പർട്ടി വെച്ചിട്ടാണ്. പ്രോപ്പർട്ടി എന്തായിരുന്നു? സൈഡ് ഓപ്പോസിറ്റ് ടു ഗ്രേറ്റർ ആംഗിൾ ഈസ് ലോങ്ങർ, ദെയർഫോർ എ സി ഈസ് ദ ലോങ്ങസ്റ്റ് സൈഡ്. ദെയർഫോർ എ സി ഈസ് ദ ലോങ്ങസ്റ്റ് സൈഡ് ഇൻ ട്രയാങ്കിൾ എ ബി സി. എ സി തന്നെയാണ് ഇവിടുത്തെ ഹൈപ്പോട്ടന്യൂസ്. ഹെൻസ് പ്രൂവ്ഡ്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഇൻ ഫിഗർ സൈഡ് എ ബി ആൻഡ് എ സി ഓഫ് ട്രയാങ്കിൾ എ ബി സി ആർ എക്സ്റ്റെൻഡഡ് ടു പോയിന്റ് പി ആൻഡ് ക്യൂ റെസ്പെക്റ്റീവ്ലി. ഓൾസോ ആംഗിൾ പി ബി സി ലെസ് ദാൻ ആംഗിൾ ക്യൂ സി ബി. ഷോ ദാറ്റ് എ സി ഗ്രേറ്റർ ദാൻ എ ബി. നമുക്ക് ഫിഗർ തന്നിട്ടുണ്ട്. ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? എ ബി സി എന്ന ഈ ട്രയാങ്കിളിലെ എ ബി എന്നും എ സി എന്നും പറയുന്ന ഈ രണ്ട് സൈഡ്സ് പി എന്നും ക്യൂ എന്നുമുള്ള ഈ 2 പോയിന്റ്സിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുകയാണ്. പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. ആംഗിൾ പി ബി സി, അതായത് ഈ ആംഗിൾ പി ബി സി, ഈ ആംഗിൾ ക്യൂ സി ബി എന്ന ഈ ആംഗിളിനേക്കാളും ചെറുതാണ്. ആംഗിൾ പി ബി സി ലെസ് ദാൻ ആംഗിൾ ക്യൂ സി ബി. ഇനി നമുക്കിതിൽ പ്രൂവ് ചെയ്യേണ്ടത് എ സി ഗ്രേറ്റർ ദാൻ എ ബി എന്നാണ്. അതായത് എ സി ഗ്രേറ്റർ ദാൻ എ ബി എന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. എങ്ങനെ പ്രൂവ് ചെയ്യാം? ആദ്യം തന്നെ നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങൾ അങ്ങനെ തന്നെ എടുത്തെഴുതാം. എന്തൊക്കെ കാര്യങ്ങളാണ് തന്നിരിക്കുന്നത്? ഗിവൺ ആംഗിൾ പി ബി സി ലെസ് ദാൻ ആംഗിൾ ക്യൂ സി ബി.
എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താണ്? ടു പ്രൂവ് AC ഗ്രേറ്റർ ദാൻ AB. ഓക്കെ, നമുക്ക് ആദ്യം തന്നെ ക്വസ്റ്റ്യനിലുള്ള കാര്യങ്ങൾ നമ്മൾ അങ്ങനെ തന്നെ എഴുതി. ഇനി നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാൻ നോക്കാം. ആദ്യം നമുക്ക് തന്നിരിക്കുന്നത് ആംഗിൾ PBC. ആംഗിൾ PBC എന്ന് പറഞ്ഞാൽ ഏത് ആംഗിളാണ്? ഇതാണ് അല്ലേ, ഇതാണ് ആംഗിൾ PBC. ഈ PBC എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു എക്സ്റ്റീരിയർ ആംഗിൾ അല്ലേ? ഈ ABC എന്ന ട്രയാങ്കിളിൻ്റെ ഒരു എക്സ്റ്റീരിയർ ആംഗിൾ അല്ലേ PBC എന്ന് പറയുന്നത്? എക്സ്റ്റീരിയർ ആംഗിൾ പ്രോപ്പർട്ടി നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. അതായത് ഓപ്പോസിറ്റ് വരുന്ന ഇൻറ്റീരിയർ ആംഗിൾസിൻ്റെ സമ്മാണ് എക്സ്റ്റീരിയർ ആംഗിൾ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അതായത് ഈ ആംഗിൾ, ഈ PBC എന്ന് പറയുന്ന ഈ ആംഗിൾ ഇവിടെ വരുന്ന ഈ Aയിലും ഈ Cയിലും വരുന്ന ഈ രണ്ട് ആംഗിൾസിൻ്റെ സമ്മായിരിക്കും എന്ന് നമുക്കറിയാം അല്ലേ? അപ്പോൾ നമുക്ക് ഈ ആംഗിൾസിന് ഓരോ പേര് കൊടുക്കാം. X, Y, Z. ഈ മൂന്ന് ആംഗിൾസിന് നമ്മൾ ഓരോ പേര് കൊടുത്തു. ഓക്കെ, ഇനി ഈ ആംഗിൾ PBC എന്ന് പറയുന്നത് എന്താണ്? എക്സ്റ്റീരിയർ ആംഗിൾ പ്രോപ്പർട്ടി വെച്ചിട്ട് ആംഗിൾ PBC എന്ന് പറയുന്നത് ആംഗിൾ X പ്ലസ് ആംഗിൾ Z ആണ് അല്ലേ? ആംഗിൾ X പ്ലസ് ആംഗിൾ Z. നമുക്ക് ഒരു ഇക്വേഷൻ കിട്ടി. ഇതിൻ്റെ റീസൺ എന്തായിരുന്നു? എക്സ്റ്റീരിയർ ആംഗിൾ പ്രോപ്പർട്ടി. ഇനി നമുക്ക് അടുത്തത് അറിയാവുന്നത് QCB ആണ് അല്ലേ? QCB എന്ന് പറയുന്ന ആംഗിൾ നോക്കിയേ, അതും ഒരു എക്സ്റ്റീരിയർ ആംഗിളാണ്. അതിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന ഇൻറ്റീരിയർ ആംഗിൾസ് ആംഗിൾ Yയും ആംഗിൾ Z ആണ്. അപ്പോൾ നമുക്ക് QCB എങ്ങനെ എഴുതാം? ആംഗിൾ QCB ഇസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് വരുന്ന Yയും Zഉം അല്ലേ? ആംഗിൾ Y പ്ലസ് ആംഗിൾ Z. നമുക്ക് രണ്ടാമത് ഒരു ഇക്വേഷനും കൂടെ കിട്ടി. ഇതും സെയിം റീസൺ തന്നെയാണ് അല്ലേ? ഇനി നമുക്ക് ഈ രണ്ട് ഇക്വേഷൻസിനെ ഒന്നിച്ച് എഴുതാം. അതായത് ഈ ഒരു ഫോമിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എഴുതാം. ആംഗിൾ PBCക്ക് പകരം നമുക്ക് ആംഗിൾ X പ്ലസ് ആംഗിൾ Z എന്ന് കൊടുക്കാം. ആംഗിൾ X പ്ലസ് ആംഗിൾ Z സൈൻ നമുക്ക് അങ്ങനെ തന്നെ കൊടുക്കാം. ലെസ് ദാൻ QCB. ആംഗിൾ QCB എന്ന് പറയുന്നത് ആംഗിൾ Y പ്ലസ് ആംഗിൾ Z ആണ്. ആംഗിൾ Y പ്ലസ് ആംഗിൾ Z. ഇനി ഈ ഇക്വേഷനിലൊന്ന് നോക്കിക്കേ, ഈ രണ്ട് ഇക്വേഷനിലും കോമൺ ആയിട്ട് ആംഗിൾ Z ഉണ്ട് അല്ലേ? ആ കോമൺ ആയിട്ടുള്ള രണ്ട് ആംഗിൾ Z നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഇനി മിച്ചം എന്തൊക്കെയുണ്ട്? ആംഗിൾ X ലെസ് ദാൻ ആംഗിൾ Y. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ സൈഡ്സ് ഓപ്പോസിറ്റ് ടു ഗ്രേറ്റർ ആംഗിൾ ഈസ് ലോങ്ങർ എന്ന പ്രോപ്പർട്ടി ഉപയോഗിച്ചിട്ട് നമുക്ക് ആംഗിൾ Xൻ്റെ ഓപ്പോസിറ്റ് സൈഡ്, ആംഗിൾ Xൻ്റെ ഓപ്പോസിറ്റ് സൈഡ് AB ആണ്. AB ലെസ് ദാൻ ആംഗിൾ Y, ആംഗിൾ Yയുടെ ഓപ്പോസിറ്റ് സൈഡ് AC ആണ്. അപ്പോൾ AB ലെസ് ദാൻ AC എന്ന് കിട്ടി. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്തായിരുന്നു? AC ഗ്രേറ്റർ ദാൻ AB എന്നാണ് അല്ലേ? AC ABയേക്കാൾ ഗ്രേറ്റർ ആണെന്ന് പറയുന്നതും AB ACയേക്കാൾ സ്മോളർ ആണെന്ന് പറയുന്നതും സെയിം ആണ് അല്ലേ? അപ്പോൾ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? AC ഗ്രേറ്റർ ദാൻ AB എന്ന് എഴുതാം. ഹെൻസ് പ്രൂവ്ഡ്. ഇനി നമ്മുടെ തേർഡ് ക്വസ്റ്റ്യൻ ഇതാണ്. ഇൻ ഫിഗർ angle B less than angle A and angle C less than angle D. Show that AD less than BC. നമുക്കിവിടെ ഫിഗർ തന്നിട്ടുണ്ട്. ഫിഗറിൽ പറഞ്ഞിരിക്കുന്നത് ആംഗിൾ B ലെസ് ദാൻ ആംഗിൾ A എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ആംഗിൾ C ലെസ് ദാൻ ആംഗിൾ D എന്നും പറഞ്ഞിട്ടുണ്ട്. ഇതിൽ നിന്ന് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത് AD ലെസ് ദാൻ BC എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഇങ്ങനെ പ്രൂവ് ചെയ്യാം. ആദ്യം തന്നെ നമുക്ക് തന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ എടുത്തെഴുതാം. ഗിവൺ ആംഗിൾ B ലെസ് ദാൻ ആംഗിൾ A ആൻഡ് ആംഗിൾ C ലെസ് ദാൻ ആംഗിൾ D. ഇനി നമുക്ക് എന്താണ് പ്രൂവ് ചെയ്യാനുള്ളത്? ടു പ്രൂവ് AD ലെസ് ദാൻ BC. നമുക്ക് അറിയാവുന്ന കാര്യങ്ങളും കണ്ടുപിടിക്കാനുള്ള കാര്യങ്ങളും നമ്മൾ എഴുതി. ഇനി നമുക്ക് സോൾവ് ചെയ്യാം. നമുക്ക് ഈ ഫിഗറിലേക്ക് നോക്കിയാൽ തന്നെ അറിയാം, ഇവിടെ രണ്ട് ട്രയാങ്കിൾസ് തമ്മിൽ ചേർത്ത് വെച്ചിരിക്കുന്ന ഒരു ഫിഗറാണ് നമുക്കുള്ളത് അല്ലേ? ഇവിടെ AOB എന്ന് പറയുന്ന ഒരു ട്രയാങ്കിളും അതുപോലെ COD എന്ന് പറയുന്ന ഒരു ട്രയാങ്കിളും ഉണ്ട്. നമുക്ക് ഈ രണ്ട് ട്രയാങ്കിൾസും കൂടി ചേർന്നിട്ടുള്ള ഈ രണ്ട് സൈഡ്സ് തമ്മിലുള്ള റിലേഷനെ കുറിച്ചാണ് നമ്മുടെ ക്വസ്റ്റ്യൻ അല്ലേ? അപ്പോൾ നമുക്ക് ഇതിനെ രണ്ട് ട്രയാങ്കിൾസ് ആയിട്ട് കൺസിഡർ ചെയ്യാം. ആദ്യം നമുക്ക് ട്രയാങ്കിൾ AOB കൺസിഡർ ചെയ്യാം. ഇൻ ട്രയാങ്കിൾ AOB, ഈ AOB എന്ന് പറയുന്ന ഈ ട്രയാങ്കിളിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ അറിയാം? ഈ ട്രയാങ്കിളിലെയാണ് ആംഗിൾ ബിയും ആംഗിൾ എയും അല്ലേ? നമുക്ക് ഓൾറെഡി അറിയാം ആംഗിൾ B ലെസ് ദാൻ ആംഗിൾ A, ആംഗിൾ B ലെസ് ദാൻ ആംഗിൾ A. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ സൈഡ്സ് ഓപ്പോസിറ്റ് ടു ഗ്രേറ്റർ ആംഗിൾ ഈസ് ലോങ്ങർ എന്ന പ്രോപ്പർട്ടി വെച്ചിട്ട് നമുക്കിതിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന സൈഡ്സ് നോക്കാം. ആംഗിൾ ബിയുടെ ഓപ്പോസിറ്റ് വരുന്ന സൈഡ് ഏതാണ്? AO ആണ് അല്ലേ? AO
ലെസ് ദാൻ ആംഗിൾ എ, ആംഗിൾ എയുടെ ഓപ്പോസിറ്റ് വരുന്ന സൈഡ് ബി ഒ ആണ്. ബി ഒ, എ ഒ ലെസ് ദാൻ ബി ഒ എന്ന് നമുക്ക് കിട്ടി. ഇക്വേഷൻ നമ്പർ 1. നമുക്ക് ആ പ്രോപ്പർട്ടി കൂടി എഴുതാം. സൈഡ്സ് ഓപ്പോസിറ്റ് ടു ഗ്രേറ്റർ ആംഗിൾ ഈസ് ലോങ്ങർ. ഇത്രയും കാര്യങ്ങളെ നമുക്ക് ഈ ട്രയാങ്കിൾ അറിയത്തുള്ളൂ. ഇനി നമുക്ക് അടുത്ത ട്രയാങ്കിൾ നോക്കാം. ട്രയാങ്കിൾ സി ഒ ഡി. ഇൻ ട്രയാങ്കിൾ സി ഒ ഡി, ഈ ട്രയാങ്കിളിൽ നമുക്ക് എന്താണ് അറിയാവുന്നത്? ഈ ട്രയാങ്കിളിൽ നമുക്കറിയാവുന്ന കാര്യമാണ് ആംഗിൾ സി ലെസ് ദാൻ ആംഗിൾ ഡി അല്ലേ? സിയും ഡി. ആംഗിൾ സി ലെസ് ദാൻ ആംഗിൾ ഡി. ഇതും നമ്മൾ നേരത്തെ പറഞ്ഞ ഈ സെയിം പ്രോപ്പർട്ടി വെച്ചിട്ട് ഇതിൻ്റെ ഓപ്പോസിറ്റുള്ള സൈഡ്സ് നോക്കാം. ആംഗിൾ സിയുടെ ഓപ്പോസിറ്റ് വരുന്ന സൈഡ് ഏതാണ്? ഒ ഡി ആണ് അല്ലേ? ഒ ഡി ലെസ് ദാൻ ആംഗിൾ ഡിയുടെ ഓപ്പോസിറ്റ് വരുന്നത് ഒ സി. ഒ ഡി ലെസ് ദാൻ ഒ സി. നമുക്ക് രണ്ടാമത് ഒരു ഇക്വേഷനും കൂടെ കിട്ടി. ഇനി നമുക്ക് ഈ രണ്ട് ഇക്വേഷൻസിനെയും കൂടി ഒന്ന് ആഡ് ചെയ്യാം. അതെന്തിനാണ് ആഡ് ചെയ്യുന്നത്? കാര്യം ഈ രണ്ട് ട്രയാങ്കിൾസ് നമ്മൾ സെപ്പറേറ്റ് ആണ് കൺസിഡർ ചെയ്തിരിക്കുന്നത് അല്ലേ? നമുക്ക് ഇത് രണ്ടും കൂടി ചേർന്ന് വരുന്ന ഈ ലൈൻസ് ആണ് വേണ്ടത്. അപ്പോൾ ആഡ് ഇക്വേഷൻ 1 and 2. അത് നമുക്ക് ഇക്വേഷൻ 1 എഴുതാം. എ ഒ ലെസ് ദാൻ ബി ഒ. ഇക്വേഷൻ 2 ഒ ഡി ലെസ് ദാൻ ഒ സി. ഇനി ഇത് രണ്ടും കൂടി നമുക്ക് ആഡ് ചെയ്യാം. എ ഒ പ്ലസ് ഒ ഡി. ഇതിൽ നോക്കിയേ, എ ഒ പ്ലസ് ഒ ഡി. എ ഒയും ഒ ഡിയും കൂടെ ചേർന്നാൽ ഇവിടെ എന്താ കിട്ടുക? എ ഡി ആണ് കിട്ടുന്നത് അല്ലേ? അപ്പോൾ എ ഒ പ്ലസ് ഒ ഡി എന്ന് പറയുന്നത് എ ഡി. എ ഡി. ഇനി ഈ സൈൻ നമുക്ക് അങ്ങനെ തന്നെ എഴുതാം. ലെസ് ദാൻ ബി ഒ പ്ലസ് ഒ സി. ഇവിടെ നോക്കിയേ, ബി ഒ പ്ലസ് ഒ സി. ബി ഒയും ഒ സിയും കൂടി ചേർന്നാൽ എന്താ കിട്ടുക? ബി സി ആണ് അല്ലേ? അപ്പോൾ ബി ഒ പ്ലസ് ഒ സി ബി സി. ബി സി. നമുക്ക് എന്തായിരുന്നു പ്രൂവ് ചെയ്യേണ്ടത്? എ ഡി ലെസ് ദാൻ ബി സി എന്നായിരുന്നു അല്ലേ? നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു എ ഡി ലെസ് ദാൻ ബി സി. ഇതുവരെ ചെയ്ത ക്വസ്റ്റ്യൻസ് എല്ലാം എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു.